സംസ്ഥാനത്തെ വൈദ്യുതി ഉപഭോഗത്തിൽ കുറവ്, വേനൽ മഴയാണ് ഇത് തുണച്ചത്. അതേസമയം ഇന്നലെ നിയന്ത്രണം വേണ്ടി വന്നില്ല. വേനൽ മഴ എത്തിയത് ചൂടില് വലിയ ആശ്വാസവുമായിട്ടുണ്ട്. എബി ചേരുകയാണ്. എബി, കഴിഞ്ഞ ദിവസം വൈദ്യുതി മന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ വേനൽ കടുത്തതാണ് ഈ വൈദ്യുതി പ്രതിസന്ധിക്ക്, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നിയന്ത്രണത്തിന് പ്രധാനപ്പെട്ട കാരണം. വേനൽ മഴ എത്തുന്നതോടെ അക്കാര്യത്തിലൊരു കുറവുണ്ടാകുമെന്ന് പറഞ്ഞു. ഇന്നതാ വേനൽ മഴ കഴിഞ്ഞ ദിവസം നന്നായിട്ട് പെയ്തു പലയിടത്തും. എന്തായാലും വൈദ്യുതി ഉപഭോഗത്തിനും കുറവ് വന്നിട്ടുണ്ട് അല്ലേ? ലിജിനെ, ഇത് ശക്തമായിട്ടുള്ള ചൂടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഉണ്ടായിരുന്നത്. അതിനൊരു ശമനം എന്ന നിലയ്ക്ക് തന്നെയാണ് ഈ വേനൽ മഴ എത്തിയതോടുകൂടി അന്തരീക്ഷം ഒരു നേരിയ തോതിൽ ഒരു വലിയ ചൂടിൽ നിന്നും ഒരു മോചനം നേടിയിട്ടുണ്ട് എന്നുള്ളതാണ്. അത് തന്നെയാണ് ഇത്തരത്തിൽ ഈ വൈദ്യുതി നിയന്ത്രണം വേണ്ടി വരാത്ത രീതിയിൽ തന്നെ ഒരു ഉപഭോഗത്തിൽ കുറവ് വരുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്ന സ്ഥിതി ഉണ്ടായത്. നേരത്തെ 117 വരെയൊക്കെ പോയിരുന്നതാണ്. ഇതിന്റെ ഔദ്യോഗികമായിട്ടുള്ള കണക്ക് ഇതുവരെയും ലഭ്യമായിട്ടില്ല. 10 കൂടിയാണ് ഇതിന്റെ ഔദ്യോഗികമായിട്ടുള്ള കണക്ക്, വാർത്താക്കുറിപ്പ് ഇറങ്ങുക. അതിന് മുമ്പ് അനൗദ്യോഗികമായി ലഭിക്കുന്ന വിവരമാണ്. ഇന്നലെ നിയന്ത്രണങ്ങളൊന്നും തന്നെ വേണ്ടി വന്നില്ല എന്നതും എടുത്തു പറയേണ്ട കാര്യമാണ്. സാധാരണ നമ്മൾ ഈ ഒരു സമയത്തൊക്കെ നിൽക്കുമ്പോൾ സമയത്തും വലിയ രീതിയിൽ ചൂട് ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ നമുക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ആ നിലയ്ക്കല്ല എന്നതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. സ്വാഭാവികമായും വിവിധങ്ങളായിട്ടുള്ള ജില്ലകളിൽ മഴ പെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ശക്തമായ രീതിയിലുള്ള മഴ പെയ്തു. ഇന്നിപ്പോൾ ആ മഴയ്ക്കുള്ള ചില ഒരുക്കങ്ങളൊക്കെ തന്നെ നമുക്ക് കാണാനും കഴിയുന്നുണ്ട്. പലയിടങ്ങളിലും യെല്ലോ അലർട്ട് ഉൾപ്പെടെ പ്രഖ്യാപിച്ചു. സ്വാഭാവികമായും പ്രകൃതിയും ഒരു വിധത്തിൽ തണുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ വൈദ്യുതി ഉപഭോഗത്തിൽ ഒരു വലിയ കുറവ് ഉണ്ടാകുന്നത് എന്നതും എടുത്തു പറയേണ്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇന്നലെ വൈദ്യുതി നിയന്ത്രണം വേണ്ടി വന്നില്ല എന്ന് തന്നെയാണ് KSEB നൽകുന്ന വിശദീകരണം. എന്തായാലും ഇതിന്റെ ഔദ്യോഗികമായിട്ടുള്ള ഒരു വാർത്താക്കുറിപ്പ് 10 കൂടി ഇറങ്ങും. അപ്പോൾ എത്രമാത്രമാണ് ഉപഭോഗത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്നതിനെക്കുറിച്ചുള്ള കണക്കുകൾ ഉൾപ്പെടെ നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയും. ലിജിൻ, അതാണ് എന്തായാലും വേനൽ മഴ തുണച്ചത് ചൂടിൽ നിന്നുമുള്ള ഒരു ആശ്വാസം മാത്രമല്ല, വൈദ്യുതി ഉപഭോഗത്തിന് വലിയ കുറവ് ഉണ്ടായിരിക്കുന്നു. വൈദ്യുതി മന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. എന്തായാലും അത് വേനൽ മഴ വന്നതോടുകൂടി ഈ നിയന്ത്രണം കഴിഞ്ഞ ദിവസം അധികം വേണ്ടി വന്നില്ല എന്നുള്ളതാണ്. എബിയാണ് വിവരങ്ങൾ നൽകിയത്.